കഴിഞ്ഞയാഴ്ചയായിരുന്നു കണ്ണൂർ ആറ്റടപ്പ തങ്കേക്കുന്ന മുട്ടോളംപാറയിലെ പി ഷൈനുവിന്റെയും സഹോദരി പി ഷീബയുടെയും പേരിലുള്ള മഞ്ജിമ നിവാസ് ആളുകൾ നോക്കി നിൽക്കെ തകർന്നു വീണത്. അപകടാവസ്ഥയിലായ വീട്ടിൽ നിന്നും ഒരാഴ്ച മുമ്പ് കുടുംബം ചാലയിലെ വാടക വീട്ടിലേക്ക് മാറിയിരുന്നതിനാൽ വീട്ടുകാർ രക്ഷപ്പെട്ടു. സമാനാവസ്ഥയിലാണ് മേലിമുക്കാളിലെ ദേവരാജനും കുടുംബവും. ദേശീയപാത വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി മണ്ണെടുത്തതോടെ ദുരന്തവക്കിലാണ് ഈ കുടുംബം. കഴിഞ്ഞ മഴക്കാലത്ത് കുന്നിടിഞ്ഞ് അപകട ഭീഷണിയായതിനെ തുടർന്ന് നാട്ടുകാർ രംഗത്തിറങ്ങിയിരുന്നു. തുടർന്ന് കുന്നിടിയാതിരിക്കാൻ അധികൃതർ സോയിങ് നെയിലിംഗ് ചെയ്തു. എന്നാൽ ഇത്തരം സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം നടത്തിയ ആറ്റടപ്പയിലെ വീട് തകർന്നതോടെയാണ് മുക്കാളിയിൽ കുന്നിൻപുറത്തെ വീട്ടുകാരും നാട്ടുകാരും ആശങ്കയിലായത്. മേലെമുക്കാളി കൈതോക്കുന്നുമൽ ദേവി നിലയത്തിൽ ദേവരാജനും ഭാര്യ ഉഷയും മകൻ ലിജിനും ലിജിന്റെ ഭാര്യ അഭിനയമടങ്ങുന്ന കുടുംബമാണ് ഇന്ന് ഈ കുന്നിൻ മുകളിലെ ഭീഷണി നേരിടുന്ന കുടുംബം. അതേസമയം തൊട്ടടുത്തു തന്നെ പുനത്തിൽ അഭിലാഷിന്റെയും സനിലിന്റെയും വീട് പണിയും നടന്നു വരുന്നുണ്ട്. ആറ്റടപ്പയിലെ വീട് തകർന്നത് കണ്ടതോടെ ഇവരും ഭീതിയിലാണ്. കണ്ണൂർ ആറ്റടപ്പയിലെ വീട് തകർന്ന ദുരന്ത കാഴ്ച കണ്ട് ഇന്നും നെഞ്ചിടിപ്പോടെ കഴിയുന്ന ഒരു കുടുംബം ഇവിടെ മേലെമുക്കാളിയിലുമുണ്ട്. കൈതോക്കുന്നുമിൽ ദേവരാജനും കുടുംബവുമാണ് ദിവസം തോറും നെഞ്ചിടിപ്പോടെ ഇവിടെ ഉരുകി കഴിയുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ നമ്മുടെ കൂടെയുണ്ട്. ദേശീയപാത നിർമ്മാണത്തോടനുബന്ധിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഈ വീടിന്റെ മുൻപിലായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഒരു എല്ലാ ദുരന്തവും അനുഭവിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഭീതിയോടെ ഉള്ള ഒരു കാഴ്ചയായിട്ട് നിൽക്കുന്നത് ഈ ഒരു ഫാമിലിയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ മകനോട് തന്നെ ചോദിക്കാം, എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം? 25 വർഷം മുന്നേ ഇവിടെ വീടെടുത്തൊരു വീട് 25-30 വർഷത്തോളം ഈ വീട് ഇവിടെ സ്ഥാപിച്ചിട്ട് ആ സമയത്ത് ഈ ലെവൽ ഞങ്ങളിവിടെ നിൽക്കുന്ന ലെവലിലുള്ള റോഡാണിത്. ഒരു 25-30 വർഷം കൊണ്ട് താണിരിക്കുകയാണ്. ഇതേമാതിരി ഇതിന്റെ തൊട്ട് മുന്നത്തെ വികസനത്തിന്റെ സമയത്ത് നല്ല സ്ലോപ്പ് ആക്കിയിട്ട് നമുക്ക് വലിയ ഭീതിയൊന്നും ഇല്ലാത്ത രീതിയിലാണ് അവർ കൺസ്ട്രക്ഷൻ ചെയ്തത്. നമുക്ക് വലിയ ഭയാനകമായ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഇതിന്റെ ഇപ്പോഴത്തെ വർക്കില് ഇവര് വെർട്ടിക്കലി കുത്തനെ ചെത്തി കുറക്കുകയും ഒരു പ്രാവശ്യം കഴിഞ്ഞ മഴയത്ത് ഓൾറെഡി ഇടിഞ്ഞൊരു സ്ഥലമാണ് ഈ കാണുന്നത്. അതിന്റെ മേലെ അവർ പുതിയ ടെക്നോളജിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് സോയിൽ നെയിലിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അത് ഇപ്പൊ കണ്ണൂരത്തെ ആ ഒരു ആക്സിഡന്റ് കണ്ടു നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ധൈര്യത്തോടെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത്. അങ്ങനത്തെ ഒരു വർക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് ഞങ്ങൾക്ക് എന്തായാലും പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വാള് ഞങ്ങൾക്കൊന്ന് പ്രൊട്ടക്ട് ചെയ്ത് തരണം. ഒരു കോൺക്രീറ്റ് വാള് നൽകിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാന്നുള്ളത് NHR നമുക്ക് പറഞ്ഞു തരണം. കാരണം ഓരോരോ വലിയ മഴയത്ത് നമുക്ക് ടെൻഷനാണ്. ഇത് എപ്പോഴാണ് ഇടിഞ്ഞ് വീഴാം. വീട്ടിലേക്ക് വരുന്ന വണ്ടി വരുന്ന വഴിയാണിത്. ഒരു കാറ് പോകുമ്പോൾ തന്നെ അത് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അത്രയും ഭയാനകമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. പക്ഷെ വേറെ വഴിയില്ല, ഞങ്ങൾക്ക് വേറെയും പോകാനുള്ള വഴികളൊന്നുമില്ല. 10-30 വർഷമായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്ന ഒരു കുടുംബമാണ്. ഞങ്ങൾ 4 പേരുണ്ട് വീട്ടില്. അതിനാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ.